ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമില്ലേ? അപ്പം നമ്മളിതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പിലാണ്. പഞ്ചാബ്, ആഗ്ര, ഡൽഹി, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ട് 2 ദിവസമായി. അപ്പം നമ്മളെ മുന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അട്ടാരി ബോർഡറിലത്തെയും പിന്നെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളും അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളിപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ട് വെറുതെ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഡൽഹിയിലെ തന്നെ ഒരു ബിസിനസ് സൂൺ എന്ന് പറയാം, നമ്മുടെ കൊണാട്ട് സർക്കിളില്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ബിസിനസ് ഏരിയ ആണിത്. ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സും സിനിമ തിയേറ്റേഴ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സർക്കിൾ, ഒരു ഏരിയ ആണിത്. അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് ശരവണ ഭവനിലേക്കാണ്. ശരവണ ഭവൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ശൃംഖലയാണ് ശരവണ ഭവൻ. അപ്പോൾ ഇവിടെ നല്ല ഫുഡ് കിട്ടും, നമ്മുടെ നല്ല സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ശരവണ ഭവൻ. അപ്പോൾ ഏട്ടൻ ഇതിന് മുന്നേ ഡൽഹിയിൽ വന്ന സമയത്ത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് ഇറങ്ങി നടന്നതാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു 3 മണി നമുക്ക് ലഞ്ച് കഴിക്കണം ഏതായാലും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ലൈൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലൈൻ എന്ന് വെച്ചാൽ വലിയ ഒന്നും തള്ളൊന്നുമില്ല, എന്നാലും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് നമ്മുടെ പേര് കൊടുത്ത് ബുക്ക് ചെയ്യണം. അപ്പം നമ്മൾ വന്ന് പേരൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്തു, നമ്മളെ നമ്പർ വിളിച്ചു. നമ്മളിതാ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ശരവണ ഭവൻ്റെ അകത്ത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഫുഡാണ്. ഹൈ ക്വാളിറ്റി ഫുഡ്, അതും വെരി ടേസ്റ്റി, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഇവിടെ എല്ലാം ഉണ്ട്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. കൂടാതെ നല്ല മെയിനായിട്ട് തമിഴ്നാട് ഐറ്റംസ് ആണ് കേട്ടോ കൂടുതൽ. നമ്മൾ ലഞ്ച് താലിയില്ലേ, അതുപോലെയുള്ള സാധനങ്ങൾ, പിന്നെ പൊങ്കൽ, വട, ഇഡ്ഡലി, അതുപോലെയുള്ള അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ്, ഊത്തപ്പം, മസാല ദോശേൻ്റെ വെറൈറ്റി ഐറ്റംസ്, ദോശേൻ്റെ ഐറ്റംസ്, അങ്ങനെയൊക്കെ. പിന്നെ ഇതാണ് അവരുടെ നമ്മളെ ടേബിളിൽ വിരിക്കുന്ന മാറ്റാണ് കേട്ടോ ഇത് അവരുടെ തന്നെ ബ്രാഞ്ചസിൻ്റെയും അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാണിച്ചു തരുന്ന ഒരു മാറ്റാണ് കേട്ടോ ഇത്. ഇവർക്ക് ഇൻ്റർനാഷണൽ ബ്രാഞ്ചസും നാഷണൽ ബ്രാഞ്ചസും അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ചസ് ഇല്ലാത്ത സ്ഥലമില്ല എന്നാണ് എനിക്കിത് നോക്കിയപ്പോൾ മനസ്സിലായത് കേട്ടോ. എല്ലാം ഓൾ ഓവർ ദ വേൾഡ് ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെയൊക്കെ അഡ്രസ്സും കോൺടാക്ട് നമ്പറൊക്കെ ഇവരുടെ ഈ മാറ്റിലുണ്ട്. അപ്പോൾ നമ്മുടെ ലണ്ടനിലും എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ, ശരവണ ഭവൻ. അപ്പം നമ്മൾ 2 ലഞ്ചാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട് താലിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫുൾ മീൽ. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ ഐറ്റംസ്. ആദ്യം നമുക്ക് പൂരിയും പപ്പടവും കൊണ്ടു തന്നവർ. പിന്നെ ഈ കറികളെക്കുറിച്ചൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധാരണ അച്ചുമോന് ഭക്ഷണത്തോടൊന്നും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാത്തതാണ്. പക്ഷേ ഇവിടുത്തെ സാമ്പാർ ഒക്കെ അവന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ചോറ് നല്ല ചോറായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡൊന്നും നമുക്ക് അങ്ങനെ ചപ്പാത്തിയോ മറ്റേ അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ അല്ലേ നമ്മൾ ഇത്രയും നാളും കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 5 ദിവസത്തിന് ശേഷമാണ് നമുക്കിങ്ങനെ ചോറ് കിട്ടിയത് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് കിട്ടിയത്. അപ്പം വളരെ സന്തോഷമായി കണ്ടപ്പോൾ തന്നെ. പിന്നെ ഓരോ കറികളും കഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചാണെങ്കിൽ പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ആദ്യമേ പറഞ്ഞു, ആർക്കെങ്കിലും അടുത്ത പ്രദേശത്തൊക്കെ ശരവണ ഭവനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ. നല്ല ഫുഡ് എക്സ്പീരിയൻസ്, ഫുഡിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിച്ചു നോക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ ശരവണ ഭവൻ. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ചോറ് കഴിക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ 5-6 ദിവസം ചോറ് കഴിക്കാതെ നിന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കഴിച്ച സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയ ഫുഡ് നല്ല ഫുഡായിരുന്നേ. അവിടുത്തേതായ രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിച്ചത്. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അവിടുത്തെ ടേസ്റ്റ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നേ. വെറൈറ്റി ഫുഡ്സാണ് നമ്മൾ പഞ്ചാബിൽ നിന്നും അമൃത്സറിൽ നിന്നും അവിടെ നിന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മുടെ ചോറ്, നമ്മുടെ നാടൻ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് എല്ലാ കറികളും കൂട്ടി കുഴച്ച് നമ്മൾ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ചു. പിന്നെ ഇവിടെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇരുന്ന് കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം. കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇറങ്ങിയാൽ മതി. ഇറങ്ങാൻ വേണ്ടി വലിയ ധൃതി കൂട്ടുമൊന്നും വേണ്ട, ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തോളും. അതിനനുസരിച്ച് ഇപ്പുറത്തുനിന്ന് ഫുഡ് കഴിച്ച ആൾക്കാർ ഇറങ്ങുന്നില്ല, അതിനനുസരിച്ച് കയറ്റുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ